വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ മക്കളെ, ഞങ്ങൾ നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ എന്നറിയില്ല, വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ ഇതാ ഇങ്ങോട്ട് താമസം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊന്ന് അമ്പലത്തിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ഭയങ്കര മടിയാണ് എണീക്കാനൊക്കെ. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഒരു 9:30 ആയപ്പോഴത്തേക്കും ഇവരവരെ പട്ടുപാവാടയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വേഷത്തിൽ തന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് മാറി കേട്ടോ. ഇവിടേക്ക് വന്നു. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പാലാണ് കാച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല, വാടകയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ടാണ് ഒന്ന് കാണിച്ചാണ് കേട്ടോ. നമ്മളൊരു കയറി താമസം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, പാല് കാച്ചിട്ടാണ് തുടങ്ങാമല്ലോ. അപ്പോൾ അതിന് പാല് കാച്ചിട്ട് ഞങ്ങൾ ചായപാത്രം, പുതിയ പാത്രം തന്നെയാണ്, അതിൽ കുറച്ച് പാലുണ്ട് ഒഴിച്ചിട്ടൊന്ന് തിളച്ച് പോകണ ആ ഒരു രീതിയിലുണ്ട് ഓഫ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇതിനകത്തേക്ക് സാധനങ്ങളെല്ലാം കയറ്റി വെച്ചെന്നല്ലാതെ ഒന്നും ഓർഡറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞല്ലോ വന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു. പിന്നെ അന്ന് സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലോ, കുറച്ചൊക്കെ ഞാൻ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കണത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം അങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിച്ചതാണെങ്കിലും എല്ലാം നമ്മളൊന്ന് കഴുകിയിട്ട് വേണമല്ലോ ഉപയോഗിക്കാൻ. അപ്പോൾ ആ പണികളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങാമെന്നുള്ളതായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അമ്മേനെ വിളിച്ചു കേട്ടോ. അപ്പം അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് വന്ന പാടെ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഈ പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറ് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. മുടി ഇങ്ങനെ ഇപ്പം ഈ മുടി ഞാൻ പറഞ്ഞല്ലോ ഒരുപാടാണ്ട് വളർന്നിട്ടുമില്ല, പിടിച്ച് കെട്ടാൻ കിട്ടണമില്ല. കഴുത്തിലിങ്ങനെ വന്ന് കിടക്കുമ്പോൾ ചുട്ടിട്ടെല്ലാം കൂടെ വാരി വലിച്ചെറിയാനാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ചൂട്. തിളയ്ക്കുമ്പോൾ ഓഫാക്കും. അങ്ങനെ ഞങ്ങൾ പാലൊക്കെ തിളപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പിന്നെ ഒരു കളത്തിൽ കുറച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളമാട്ടോ വെച്ചത്. കാരണം വെള്ളം തിളപ്പിക്കാതെ കുടിക്കാനാവില്ലല്ലോ എന്ന് വിചാരിച്ചു. നല്ല വെള്ളം തന്നെയാണ് കേട്ടോ. അവരിവിടെ മുമ്പുണ്ടായിരുന്നവർ ഈ വെള്ളം തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സേമിയ പായസം ഉണ്ടാക്കി. നല്ലൊരു ദിവസമായതുകൊണ്ട് സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഒരു പായസമെങ്കിലും ഇരിക്കട്ടെ വിചാരിച്ച് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സാധനങ്ങളൊക്കെ അന്ന് അവർ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതിലുള്ളതായിരുന്നു കേട്ടോ. എല്ലാം പാല് മാത്രമേ നമുക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഇത്രയും പാത്രങ്ങൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകണം. പുതിയതാണെങ്കിൽ നമ്മൾ കഴുകാതെ ഉപയോഗിക്കാൻ വയ്യല്ലോ. ഇത് പിന്നെ ഞാൻ മോട്ടർ അടിച്ച സമയത്ത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം വരുമല്ലോ, അപ്പോൾ അത് പിടിച്ച് വെച്ചതാണ് കേട്ടോ. അതിനാണ് ഞാൻ ഒരു ബക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. നല്ല വെള്ളം പിടിച്ച് വെച്ചതാണ്. പിന്നെന്താ ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ നമുക്കല്ലാതെ തന്നെ ഒരുപാട് പണികളുണ്ട്. കാരണം എല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചോറ് ഉണ്ടാക്കണേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഒരു മുട്ട ഓംലേറ്റ്. അപ്പോൾ അതിന് മുട്ടയൊന്നുമില്ല. അപ്പോൾ കിച്ചുവിന് ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ. വീട് തൊട്ടപ്പുറത്തെ 2 വീട് കഴിഞ്ഞ കടയാണ്. അപ്പോൾ കിച്ചുമൊക്കെ ആ കട അറിയുകയും ചെയ്യും. കാരണം അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ളതായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് കട അറിയാം. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 10 മുട്ട വാങ്ങിയപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അത്. അപ്പോൾ അവൾ മുട്ട വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് അച്ചാർ ഇരിക്കുന്നുണ്ട്, പപ്പടവും കാച്ചാന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ നമ്മളൊന്നും ഉണ്ടാക്കണില്ല. അതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിനകത്ത് നിലത്തിങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിർത്തി വെക്കാനുണ്ട്. പിന്നെ ഞാൻ പോന്നപ്പോൾ തയ്യൽ മെഷീൻ ഏതായാലും അമ്മേൻ്റെ അനുവാദത്തോടു കൂടി തന്നെ എടുത്ത് പോന്നിട്ടുണ്ട്. അതവിടെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആരും തയ്ക്കൊന്നുമില്ലല്ലോ.
പിന്നെ മക്കൾ രണ്ടാളും അവരുടെ ഡ്രസ്സുകളൊക്കെ 3 റൂമാണ് ഇവിടെ ഉള്ളത്. 3 റൂമിൽ ഓരോ ഷെൽഫുണ്ട്. അപ്പോൾ ആ ഷെൽഫുകളിൽ അവരുടെ ഡ്രസ്സുകളൊക്കെ ഏതായാലും മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് ഇതൊക്കെ ചെയ്ത സമയത്ത് അവരും കുറേ അവരെ കൊണ്ട് കഴിയുന്ന ഓരോ ജോലികളും അവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒതുക്കി വെക്കാനുള്ളതൊക്കെ അവരും കുറേ ഹെൽപ്പ് ചെയ്തു. ഇതാ വെള്ളമൊക്കെ തിളപ്പിച്ചു, ചോറായി, മുട്ട ഓംലെറ്റായി, പപ്പടം കാച്ചി, അച്ചാറുണ്ട്, പിന്നെ പായസമായി, പിന്നെ കുറച്ചൊക്കെ അടുക്കളയിൽ കുറേയൊക്കെ പാത്രങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോ ദിവസം നമ്മളിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴേ അറിയുള്ളൂ അത്യാവശ്യം വേണ്ടത്, അല്ലാതെ ഓവറായിട്ടുള്ള സാധനമല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇനി എന്താ ഉള്ളത് നമ്മൾ ഈ ഒരു അടുക്കളയിൽ നിന്ന് പെരുമാറുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങളൊന്നും ഗൈസ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് ആദ്യത്തെ എന്താ പറയുക നൈറ്റാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇങ്ങനെ പാത്രം വെക്കാനുള്ളൊരു ബേസ് അങ്ങനെ ഇല്ല. അപ്പോൾ അവിടെ നിരത്തി വെച്ചതാണ്. ഇതെന്തെന്നറിയോ, നമ്മളെ അപ്പുറത്തെ വീട്ടിലെ താത്ത കൊണ്ടുത്തന്നാണ്. അപ്പോൾ ശരിയായി. അവിയലും ഇത് കൂട്ടുകറി, അതുപോലെ സാമ്പാർ. ഇത് അവർക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊടുത്താട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നതാ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പോൾ തണുത്ത വെള്ളം ഇടയ്ക്ക് കൊണ്ടുവന്ന് തരും. ഞങ്ങളുടെ അടുക്കളയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാനൊരു വാഴൻ്റെലേക്ക് വിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്താ പ്ലേറ്റൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ചോറുണ്ടാണ് കേട്ടോ. പായസം ഒരു കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ അവിടുത്തെ നമ്മളെ വീടിൻ്റെ തൊട്ട് മുമ്പിലൊരു ചേച്ചിയും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു താത്തിക്കണം, അവർക്ക് കുറച്ച് കൊടുത്തു, പിന്നെ ഞങ്ങൾ കൊടുത്തു. അപ്പം ഇനി ചോറിനട്ടെ പപ്പടം ഉണ്ട്, ചോറും അച്ചാറും. ഉച്ചയ്ക്ക് ഞങ്ങൾ മുട്ട ഓംലേറ്റാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ തത്ത ചോറുണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കിച്ചൻ മുകളിലുള്ള പിന്നെ ഞാനിപ്പോൾ ഒന്ന് എന്താ പറയുക ഹാളൊക്കെ ഒന്ന് എല്ലായിടും ഇപ്പം അടിച്ചു വാരി തുടച്ചിട്ടു കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ചെരുപ്പും കാര്യങ്ങളും വെക്കുന്നത്. പിന്നെ അവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയാണ്. പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. റൂമിലെല്ലാത്തിനും ഫാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പം ഇന്ന് നമ്മൾ അവിടുത്തെ നമ്മളെ നാട്ടിൽ പൊട്ടിക്കല്ലൊരു പയ്യനെ വിളിച്ചിട്ട് അവൻ വന്ന് ശരിയാക്കി. ഇത് നമ്മൾ വേറെ വെച്ചു കേട്ടോ. അപ്പോൾ ശരി. ഇത് കിച്ചുമോള് അവളുടെ ഷെൽഫായിട്ട് എല്ലാം മടക്കി വെച്ചതാണ് കേട്ടോ. കിച്ചുമോള് ഇത് അവളുടെ റൂമാണ്, കിച്ചുമോളുടെ റൂമാണ് കേട്ടോ. അപ്പോൾ അവളെല്ലാം മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കിച്ചുമോളെ റൂം എന്ന് പറഞ്ഞത് കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പം അവർ വെറുതെ ഇങ്ങനെ എന്താ പറയുക അവളെ റൂമായിട്ട് ആ ഒരു എല്ലാം ഒതുക്കി വെച്ചു. ഇത് രണ്ടാമത്തെ റൂമാണ്. ഓക്കെ, ഞങ്ങൾക്ക് കട്ടിലു കിടക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തലേനൊക്കെ വെറുതെ നിലത്ത്. ഇത് അവളുടെ കേട്ടോ, അവളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവളതും. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഫാന് വർക്ക് ചെയ്ത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫാന് വർക്ക് ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഒരു റൂം. പിന്നെ ഇത് ബാത്റൂമാണ്. അതായത് ഇത് ബാത്റൂമും കാര്യങ്ങളും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു ബെഡ്റൂമാണ്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരുപയോഗിച്ച കട്ടിലും കിടക്കി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കണില്ല. ഇവിടെ ഞാൻ എൻ്റെ മെഷീനൊക്കെ കൊടുന്ന് വെച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള ഇവിടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് ഉപയോഗിക്കണില്ല. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് എല്ലാ റൂമിലും ഓരോ ഷെൽഫുകളുണ്ട്. അതുകൊണ്ട് 3 ആളുടെയും ഡ്രസ്സുകൾ വെക്കാൻ ഞങ്ങൾക്ക് സ്പേസ് ഉണ്ട്. കിടക്കാൻ ഞങ്ങളെല്ലാവരും ഒരു റൂമിൽ കിടക്കും. സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത കാണുന്നവരെ എല്ലാവരും